എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിലെ ഒരു അംഗം ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026 അപേക്ഷാ ഫോം പുറത്തിറങ്ങി. അർഹരായ ഇന്ത്യൻ പൗരന്മാർക്കായുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026 അപേക്ഷ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026 വഴി 13 മുതൽ 65 വയസ്സ് പ്രായമുള്ള അർഹരായ ഇന്ത്യൻ പൗരന്മാർക്ക് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. പ്രായം 13 മുതൽ 25 വരെ 50,000 തൊട്ട് 90,000 രൂപ വരെ. പ്രായം 25 മുതൽ 65 വരെ 90,000 മുതൽ 2 ലക്ഷം രൂപ വരെ. അംഗീകാരം ലഭിച്ച അപേക്ഷകർക്കുള്ള വിതരണം ആരംഭിച്ചു. ഗുണഭോക്താക്കളിൽ ഒരാളാകാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. അർഹത പരിശോധിച്ച് ഇവിടെ അപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒരു ലിങ്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഇത് കൊള്ളാവുന്ന പരിപാടിയാണല്ലോ. ഇങ്ങനെ ചുമ്മാതെ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോലിയൊന്നും ചെയ്യാതെ വേലയും കൂലിയൊന്നും നോക്കാതെ അടിച്ചു പൊളിച്ച് കളയാൻ 2 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ മോശം കാര്യമൊന്നും അല്ലല്ലോ. അപ്പം എന്നാ ഇത് എന്തുവാണെന്നൊന്ന് അറിയാം എന്നുള്ളത് വെച്ച് ഞാൻ വിചാരിക്കുന്നത്, കേന്ദ്രത്തിൽ ഇത്രമാത്രം പണമുണ്ടോ ചുമ്മാതിങ്ങനെ ആർക്കും ഇങ്ങനെ അങ്ങ് ഒരു ഇതുമില്ലാതെ കൊടുക്കുന്നത്? ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് സർക്കാർ എന്തെങ്കിലും ഈ ലോണായിട്ട് കൊടുക്കുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ ചിന്ത എന്നിലുണ്ടായത്. അതായത് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ തെക്കുവടക്കം നടക്കുന്നവർക്ക് ചുമ്മാ അതങ്ങ് പൈസ അങ്ങ് കൊടുക്കുക എന്നുള്ള ഒരു ഇത്. അപ്പം ഇത് കണ്ടുകൊണ്ട് ഇതെന്താണെന്നറിയാൻ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് വന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026. എന്നിട്ട് അതിൻ്റെ താഴെ പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026 അർഹരായ ഇന്ത്യൻ പൗരന്മാർക്ക് ബാങ്കിങ് സേവനങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അത് കൊള്ളാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാങ്കിങ് സേവനമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അത് നോക്കിയപ്പം അപേക്ഷകർ താഴെയുള്ള ഫോം പൂരിപ്പിച്ച് പ്രയോഗിക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങളുടെ പേര്. അപ്പം നമ്മൾ പേര് കൊടുത്തു കഴിയുമ്പോൾ ഫോൺ നമ്പർ, നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, നിങ്ങൾ മുമ്പ് അപേക്ഷിച്ചിട്ടുണ്ടോ? അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാൻ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അപേക്ഷിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല കൊടുത്തു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ താഴെ ഇപ്പോൾ പ്രയോഗിക്കുക എന്നും പറഞ്ഞു ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിനകത്തിൽ അപ്ലൈ ചെയ്തു, അത് ക്ലിക്ക് ചെയ്തു. അതുവരെ നമ്മളുടെ വിചാരം ഇത് നമുക്ക് ഈ എന്തെങ്കിലും ലോൺ പോലെ സർക്കാർ ബാങ്കിൽ കൂടി തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തിൽ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് പ്രധാനമന്ത്രി ജൻധൻ യോജന ആധാരിക സഹായം 50,000 മുതൽ 2 ലക്ഷം വരെ. വയസ്സ് മുമ്പേ പറഞ്ഞ വയസ്സിൻ്റെ വെച്ചിട്ടുള്ള തുകയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന് അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ അപേക്ഷ ലഭിച്ചു. യുവജന ശാക്തീകരണ ഫണ്ടുകൾ സ്വീകരിക്കാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് പരിശോധിക്കാൻ താഴെയുള്ള 3 ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. 3-ൽ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടോ മൊബൈൽ പണമോ ഉണ്ടോ? അത് 2 ഓപ്ഷൻ ഉണ്ട്, അതെ ഇല്ല. ഇതിലേതെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്തു. അതെ എന്ന് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്നിരിക്കട്ടെ. അല്ലെ ഇതിലേത് ക്ലിക്ക് ചെയ്താലും അടുത്തത് നമുക്ക് വരുന്നത് അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ അപേക്ഷ ലഭിച്ചു,
യുവജന ശാക്തീകരണ ഫണ്ടുകൾ സ്വീകരിക്കാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് പരിശോധിക്കാൻ താഴെയുള്ള 3 ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അത് നേരത്തെ വന്നത് തന്നെ. അപ്പം 3 ചോദ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യം, ഫണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ സംഗ്രഹം. അപ്പോൾ അവിടെ 3 ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലൊന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ, രണ്ടാമത്തേത് ദൈനംദിന ജീവിത ചെലവുകൾക്ക്, മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിന്. അത് കൊള്ളാമല്ലോ. ദൈനംദിന ജീവിത ചെലവുകൾക്ക്, അതായത് മുമ്പേ പറഞ്ഞ പോലെ വേലയും കൂലിയും ഒന്നും ഇല്ലാതെ കണ്ടവരുടെയൊക്കെ വായി നോക്കി തെക്ക് വടക്ക് നടക്കുന്ന കാര്യത്തിന് സർക്കാർ പൈസ കൊടുക്കുന്നു. എന്നാ കൊള്ളാമല്ലോ. ഇത് തൊഴിലൊന്നും ഇല്ലാതെ 2 ലക്ഷം രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമില്ലേ? അതിനകത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു, അത് അപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്തത് വരുന്നത്, അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ അപേക്ഷ ലഭിച്ചു. യുവജന ശാക്തീകരണ ഫണ്ടുകൾ സ്വീകരിക്കാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് പരിശോധിക്കാൻ താഴെയുള്ള 3 ലളിതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മൂന്നാമത്തെ ചോദ്യം കൊടുക്കും. 3 ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യം, പ്രായപരിധി തിരഞ്ഞെടുക്കുക. 17 തൊട്ട് 30 വരെ, 31 തൊട്ട് 50 വരെ, 50+ മുകളിൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ 50 മുകളിൽ എന്ന് പറഞ്ഞുള്ള ഇത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടുത്ത ഇത് വന്നേക്കുന്നത്, നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്നു, നിങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കുന്നു. എന്നിട്ട് താഴെ, അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ അഭ്യർത്ഥന അംഗീകരിച്ചു. എന്നിട്ട് നമുക്ക് അങ്ങ് അഭ്യർത്ഥന സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് അംഗീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്നിട്ട് അടുത്ത ഇത് വരുന്നത്, പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026. അഭിനന്ദനങ്ങൾ, നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാകും. താഴെയുള്ള ബട്ടൺ അമർത്തി ഈ വിവരം വാട്സാപ്പിൽ 15 സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ 5 ഗ്രൂപ്പുകളിലോ പങ്കിടുക. അതുവഴി അവർക്കും പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY കുറിച്ച് അറിയാൻ കഴിയും. പ്രോഗ്രസ് ബാർ പൂർണ്ണമായും നിറയുന്നതുവരെ പങ്കിടുന്നത് തുടരൂ. ഇങ്ങനടിയിൽ പങ്കിടുക എന്നും പറഞ്ഞത് കിടക്കുന്നു. ഞാൻ ഇതുപോലെ നിരവധി തട്ടിപ്പുകൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതെന്താണെന്നറിയാം, ഇതൊരു വാർത്ത ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞ് ഞാനിത് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഞാൻ പിന്നീട് എന്താണ് ചെയ്തത്, ഇത് എടുത്തിട്ട് അടുത്തത് ഈ ആദ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്തത് വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഓപ്ഷൻ ഞാനത് സെലക്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇപ്രകാരം പറഞ്ഞതെല്ലാം ചെയ്തപ്പോൾ അതും എൻ്റെ അപേക്ഷ അതും എൻ്റെ പ്രായം ഞാൻ കൊടുത്ത 50+ ആണ് കൊടുത്തിരുന്നത്. 60 വയസ്സായ ഞാൻ ആ നില 50+ കൊടുത്തു. അതും അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് വിദ്യാഭ്യാസത്തിനും ഉള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എനിക്ക് ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പണം ഉടൻ കിട്ടുമെന്ന്. വീണ്ടും ഞാൻ പിന്നോട്ട് പോയിട്ട് ഇതിനകത്തിൽ രണ്ടാമത് കൊടുത്തിരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ദൈനംദിന ജീവിത ചെലവുകൾക്ക്. അതായത് നമ്മുടെ ഈ പരിപാടികൾ പിന്നെ ജീവിത ചെലവ് നടത്താൻ വേണ്ടി, അതായത് ചുമ്മാതിരുന്ന് ശാപ്പിടുക, ഇതേപോലെ ഈ പൈസ സർക്കാരിൻ്റെ പൈസ 2 ലക്ഷം രൂപ കിട്ടിയ കഴിക്കൂ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളത്. അത് ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഈ അഭ്യർത്ഥന അംഗീകരിച്ചിരിക്കുന്നു, എനിക്ക് ഇതേപോലെ ഇത് കഴിയുമ്പോൾ ഉടനെ പൈസ കിട്ടും. ഒരേ ഫോൺ നമ്പറിൽ ഒരേ പേരിൽ ഈ 3 എണ്ണവും അംഗീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാണ് ഇത് വന്നത്. ഇത്
ജനങ്ങളെ പറ്റിക്കാൻ ഇത്, എന്നിട്ട് നമ്മളുടെ വിവരങ്ങൾ എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ഷെയർ ചെയ്യിക്കുകയാണ്. ഞാൻ ഷെയർ ചെയ്യാൻ പോയില്ല, എൻ്റെ ലക്ഷ്യം വാർത്ത ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ഷെയർ ചെയ്തില്ല. ഇതിനകത്തിലെ തട്ടിപ്പ് തിരിച്ചറിയണം, അതിനുവേണ്ടി ചെയ്തു. ഈ 3 കാര്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. നമ്മളിത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരെന്ത് എടുക്കും? ഇത് ശരിയായിരിക്കും, ഇത് സർക്കാരിൻ്റെ സ്കീമായിരിക്കും, 15 പേർക്ക് 5 ഗ്രൂപ്പിലോ അല്ലെന്നുണ്ടെ 15 പേർക്കോ അയച്ചു കൊടുത്താൽ എനിക്കിത് കിട്ടും എന്ന ചിന്തയുള്ളവർ ഇത് അപ്രകാരം ചെയ്യും. അവരും അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ. എത്രമാത്രം ആൾക്കാരുടെ വിവരങ്ങൾ ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ചിലതിനകത്തിൽ എഴുതിയിരുന്നത്, ഞാൻ കൊടുത്തിരുന്നത് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, മൊബൈൽ ബാങ്കിങ് ഇല്ല, മൊബൈൽ അക്കൗണ്ടും ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോലും എനിക്കിത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് എന്നെ അറിയിച്ചത്. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനങ്ങ് ചിന്തിക്കുക, ചുമ്മാതിങ്ങനെ വായി നോക്കി ഇവിടൊക്കെ നടക്കുക, ചുമ്മാ സർക്കാർ പണം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ്, അതിനകത്ത് പ്രധാനമന്ത്രിയുടെ പടം വെച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇങ്ങനെ ചെയ്ത് ആളുകളുടെ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് ഉള്ളവര് അവർ അക്കൗണ്ട് നമ്പർ കൊടുക്കും, എന്നിട്ട് ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. ഇത് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം ചോർത്തിയെടുക്കാനുള്ള വഴിയല്ലേ എന്നുള്ള കാര്യം നമ്മൾ സീരിയസ് ആയി ചിന്തിച്ചിട്ട് വേണം ഇതേപോലുള്ള ഓരോന്നും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഇത് ചെയ്യാൻ. എന്നിട്ട് ഇതിനകത്തിൽ നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ അഭിപ്രായം കൊടുത്തിരിക്കുന്നത്, മറ്റുള്ളവർ 1,98,711 പേർ ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ അത് ഒരു പോസ്റ്റില് ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരുടെ ഡീറ്റെയിൽസ് വരും. ഇത് ചെയ്താൽ ഒരു അനക്കവും ഇല്ല. എന്നിട്ട് ഇതിനകത്ത് കൊടുത്തേക്കുന്ന പേരുമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഇത് ആരപ്പാ, ഈ ഇന്ത്യ സർക്കാർ വിദേശത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നു. താബോ മൊക്കോയേന ഒരാളുടെ പേരാണ്. അങ്ങനെയുള്ള ഒരാളുടെ പേരിൽ നന്ദി, എനിക്ക് ഇന്ന് എൻ്റേത് ലഭിച്ചു. അതിൻ്റെ താഴെ ലെറാറ്റോ ഡ്ലാമിനി, ഇത്രയും ഭാഗ്യവതിയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല, ഈ അത്ഭുതകരമായ പ്രോഗ്രാമിന് നന്ദി. അടുത്ത ഒരാളുടെ കൂടെ 2-3 പേരുണ്ട്. അതിനകത്ത് സിഫോ എൻകോസി, നിർദ്ദേശങ്ങൾ പാലിക്കുക, നിങ്ങൾക്കും നിങ്ങളുടേത് ലഭിക്കും, എനിക്ക് ഇന്നലെ എൻ്റേത് ലഭിച്ചു. അടുത്ത നോംസ വാൻ ഡെർ മെർവേ, അത്ഭുതം, എനിക്ക് ഇന്നലെ അംഗീകാരം ലഭിച്ചു, ഇന്ന് എൻ്റെ പേയ്മെന്റ് ലഭിച്ചു, വളരെ നന്ദി. ഇന്നലെ അവർ അപേക്ഷിച്ചു, ഇന്ന് അവർക്ക് ഈ പണം ലഭിച്ചു. ജോയ് അയോർഷ്, ദൈവത്തിന് നന്ദി, എനിക്ക് എൻ്റേത് ലഭിച്ചു. ആദ്യം അത് വ്യാജമാണെന്ന് ഞാൻ കരുതി, പക്ഷേ എനിക്ക് ഇന്നലെ എൻ്റെ പേയ്മെന്റ് ലഭിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ സ്ഥാപകന് നന്ദി. ഇതൊക്കെ വായിക്കുമ്പോൾ സാധാരണക്കാരൻ കരുതുന്നത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിനെക്കാട്ടി രസകരമായ വസ്തുത, ഇതിനൊരു അഭിപ്രായം പ്രകടിപ്പിക്കണമല്ലോ. അതിന് ഞാനാണെങ്കിൽ കമന്റ് എന്ന് പറഞ്ഞെടുത്ത് അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്തു, എഴുതാനുള്ള ഇത് വന്നു. ഞാൻ ഇങ്ങനെ ഒരു കമന്റ് തയ്യാറാക്കി. വളരെ അത്ഭുതകരമായിരിക്കുന്നു, എനിക്ക് 3 ആവശ്യങ്ങൾക്കും പണം ലഭിച്ചു. ബിസിനസ് തുടങ്ങാനും ജോലിയൊന്നും ചെയ്യാതെ വായിൽ നോക്കി കറങ്ങി നടക്കാനുമുള്ള ദൈനംദിന ചെലവുകൾക്കും 60 വയസ്സായ എനിക്ക് വിദ്യാഭ്യാസത്തിനുമാണ് 2 ലക്ഷം രൂപ വെച്ച് 6 ലക്ഷം രൂപ ലഭിച്ചത്. എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് പണം തരികയായിരുന്നു. ഇത് തീരുമ്പോൾ ഇനിയും ചോദിക്കാൻ മറക്കരുതെന്നും പറഞ്ഞു. ഒന്ന് പോടെ, ജനങ്ങളെ പറ്റിക്കാനും കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ഇത്തരം വ്യാജ പ്രചരണങ്ങളുമായി ഇനിയും ഇറങ്ങും.
ജാഗ്രത പാലിക്കുക. ഇങ്ങനൊരു കമൻറ്റ് തയ്യാറാക്കി അഭിപ്രായം ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല, പോസ്റ്റ് ആകുന്നില്ല. അത് അങ്ങനെ നിൽക്കുന്നതല്ലാതെ അത് പോസ്റ്റ് ആകുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതേപോലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, ജനങ്ങളുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ ലഭിച്ചാൽ, നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനുള്ള തട്ടിപ്പുകാരുടെ പരിശ്രമം തന്നെയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. നമ്മൾക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. വെറുതെ ജീവിത ചെലവിനെന്നും പറഞ്ഞ് 2 ലക്ഷം രൂപയൊന്നും കൊടുക്കുന്നില്ല, വിദ്യാഭ്യാസത്തിന് വെറുതെ കൊടുക്കുന്നില്ല, ബിസിനസ്സിനും വെറുതെ കൊടുക്കുന്നില്ല. ബിസിനസ് ചെയ്യാനൊക്കെയുള്ള ഈ മുദ്രാ ലോണാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അതിനൊക്കെ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നു മാത്രം. സാധാരണയുള്ള നൂലാമാലകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് ലോൺ ലഭിക്കാനുള്ള സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഈ ചുമ്മാതെ ഇരുന്ന് ശാപ്പാട് അടിക്കാനൊന്നുമുള്ള പൈസ ഒന്നും സർക്കാർ കൊടുക്കത്തില്ല, അതിനൊന്നും 2 ലക്ഷം രൂപ കൊടുക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള തട്ടിപ്പുകളിൽ വീഴരുത്. ഇത് കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കാൻ, അവരെ നാണം കെടുത്തുക എന്നുള്ളതിന് ഉള്ള ഒരു മാർഗം കൂടിയാണ്, അതിനുള്ള ഒരു പ്രചരണം കൂടിയാണ് അല്ലേ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് സാധാരണക്കാർ ഇത് വിശ്വസിച്ചിട്ട് ഇത് അപേക്ഷിക്കും, പൈസ കിട്ടത്തില്ല. അപ്പോൾ പറയും കേന്ദ്ര സർക്കാർ ജനങ്ങളെ പറ്റിക്കാൻ ഇതേപോലെ ഓരോ പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരട്ടെ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ, സത്യത്തിൽ എനിക്കൊരു തോന്നലുണ്ട്, ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഇത്തരം പ്രചരണങ്ങളിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം സത്യത്തിൽ ഞാൻ സംശയിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകളിലൊന്നും വീഴാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആർക്കും നിങ്ങളുടെ വിവരങ്ങൾ നൽകാതിരിക്കുക. നിങ്ങളുടെ വിവരങ്ങൾ ലഭിച്ചാൽ അത് വെച്ചിട്ട്, ഇന്നത്തെ കാലം നമുക്കറിയാം, ഇത് AI കാലമാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്ന കാലമാണ്. നിങ്ങളെ ഇത്തരം നിങ്ങളുടെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് പലവിധ തട്ടിപ്പുകളും നടത്താൻ അത് വഴിയൊരുക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലുള്ള തട്ടിപ്പുകൾ നിങ്ങളുടെ അടുത്ത് സന്ദേശമായി വന്നാൽ, അത് വാട്സാപ്പിൽ കൂടെ ആകട്ടെ, മെസ്സഞ്ചറിൽ കൂടി ആകട്ടെ, SMS ആയിട്ടാകട്ടെ വന്നാൽ നിങ്ങൾ അതിന് കാര്യമാക്കാതിരിക്കുക, തള്ളിക്കളയുക. ചാനലും ഇതിലെ ഉള്ളടക്കങ്ങളും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സഹായിക്കുക. ഒപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്തിൽ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.